ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ അനു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വളരെ പ്രചാരത്തിലുള്ള ഒന്നായ കർക്കിടക ചികിത്സയെക്കുറിച്ചാണ്. എന്തിനാണ് കർക്കിടക ചികിത്സ, എന്താണ് ഈ ചികിത്സയുടെ പ്രത്യേകതയെന്ന് നോക്കാം. ആയുർവേദം കേവലം രോഗശാന്തിക്ക് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയല്ല. ആയുർവേദത്തിന്റെ ഒരു മോട്ടീവ് തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുവാനും രോഗാതുരന്റെ രോഗത്തെ ശമിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ആയുർവേദം നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് വളരെയധികം രോഗാതുരതയുടെ ഒരു കാലമാണ് വർഷകാലം. ഇപ്പൊ കാലാവസ്ഥയും നമ്മുടെ ശരീരത്തിലെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ത്രിദോഷങ്ങളും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ത്രിദോഷങ്ങളെ കുറിച്ച് മുമ്പും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാതം, പിത്തം, കഫം. ഇതില് നമ്മുടെ ശരീരത്തെ ചലനത്തെയും പചനത്തെയും പോഷണത്തെയും സൂചിപ്പിക്കുന്നതാണ് വാതവും പിത്തവും കഫവും. ഈ വാതത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും ക്ഷയവും പ്രകോപവും നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളായിട്ട് പ്രതിഫലിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതേ ക്വാളിറ്റീസ് ഉള്ള നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ത്രിദോഷങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഒരു ഉദാഹരണത്തിന് വസന്തകാലത്ത് കഫ രോഗങ്ങളും ശരത്കാലത്ത് പിത്തരോഗങ്ങളും വർഷകാലത്ത് വാതരോഗങ്ങളുമായിരിക്കും അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്നത്. ഇപ്പൊ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ വാതഹരങ്ങളായിട്ടുള്ള ചികിത്സകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അപ്പോൾ കർക്കിടക ചികിത്സ ഒരു ഗ്രന്ഥനിഷ്ഠമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല. ഇത് കൂടുതലും കേരളത്തിലെ വൈദ്യന്മാരെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പൊ എന്തെല്ലാമാണ് കർക്കിടക ചികിത്സയിൽ അടങ്ങിയിട്ടുള്ള ചികിത്സകൾ? മെയിനായിട്ടും പഞ്ചകർമ്മമാണ് കർക്കിടക ചികിത്സയിൽ ഉള്ളത്. പഞ്ചകർമ്മത്തിന്റെ തന്നെ പൂർവ്വകർമ്മവും പശ്ചാത് കർമ്മവും അടങ്ങിയ ഒന്നാണ് ഈ ചികിത്സാ രീതി. പൂർവ്വകർമ്മം എന്ന് പറയുമ്പോൾ പഞ്ചകർമ്മം ചെയ്യുന്നതിനായിട്ട് മനുഷ്യന്റെ ശരീരത്തെ പ്രിപ്പയർ ചെയ്തെടുക്കുക, ഒരു രോഗിയുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് പൂർവ്വകർമ്മങ്ങൾ. അത് സ്നേഹനം, സ്വേദനം പോലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് ശരീരത്തെ പ്രിപ്പയർ ചെയ്തെടുക്കും. അതിനുശേഷം പ്രധാന കർമ്മങ്ങളായിട്ടുള്ള പഞ്ചകർമ്മങ്ങൾ ചെയ്ത് അതിനുശേഷം പശ്ചാത് കർമ്മം ചെയ്യുന്നത്. പശ്ചാത് കർമ്മം എന്ന് പറയുമ്പോൾ അത് പോഷണമായിരിക്കും. ആ സമയത്ത് ശരീര പോഷണം, രസായനങ്ങളെല്ലാം ആണ് ആ സമയത്ത് തരുന്നത്. അങ്ങനെയാണ് കർക്കിടക ചികിത്സയുടെ ഒരു രീതി. കർക്കിടക ചികിത്സ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതുകൊണ്ട് മാത്രം സാധിക്കില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് പാലിച്ചു പോകേണ്ട ഋതുചര്യകളുണ്ട്. അതായത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടും നമ്മൾ ചെയ്തു പോകേണ്ട ചില ജീവിതചര്യകളുണ്ട്. മഴക്കാലത്ത് മഴയും തണുപ്പും ശരീരത്തിൽ ഏൽക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി നടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികളെല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. മഴക്ക സമയത്താണ് ഏറ്റവും അധികം കണ്ടുവരുന്നത്. അപ്പൊ അതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കുളിക്കാനായി ചൂടുവെള്ളം ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിന് ചൂട് എപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ കുടിക്കാനായിട്ടും ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തില് നമുക്ക് തിളപ്പിച്ചാറിച്ച വെള്ളത്തില് ഇഞ്ചി, ചുക്ക്, തുളസി, ജീരകം, ഉലുവ എന്നിവയെല്ലാം ഉപയോഗിച്ച് തിളപ്പിക്കാവുന്നതാണ്. ഇഞ്ചിയും ജീരകവും ഉലുവയും ഉപയോഗിക്കുന്ന ആളുകൾ ജീരകവും ഉലുവയും ഒന്ന് വറുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടോടുകൂടി ഭക്ഷണം അപ്പോൾ പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് അന്നേരം തന്നെ ഉണ്ടാക്കി ചൂടോടുകൂടി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലിരിക്കുന്നതും പുറത്തിരുന്ന് തണുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹോട്ടൽ ഫുഡ്സും അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീടിനുള്ളിൽ ധൂപനം നടത്തുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ധൂപനം നടത്തുന്നത് വളരെ സഹായകരമാണ്. ഔഷധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനുള്ളിൽ പുകയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മഴയില്ലാത്ത ദിവസങ്ങളിൽ നല്ല സൂര്യവെളിച്ചമുള്ള ടൈമിൽ നമ്മുടെ വീടിന്റെ ജനലും വാതിലും എല്ലാം തുറന്നിട്ട് വായുസഞ്ചാരത്തിനും സൂര്യവെളിച്ചം കടക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുന്നത് ഒരു ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും, കർക്കിടക ചികിത്സയോട് ഒപ്പം തന്നെ. അതുപോലെ തന്നെ കർക്കിടക ചികിത്സയുടെ കൂടെ കേട്ടു വന്നിരിക്കുന്ന പ്രധാനമായ ഒന്നാണ് കർക്കിടക കഞ്ഞി. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ കർക്കിടക കഞ്ഞി കിറ്റിനെ കുറിച്ചൊക്കെ. അപ്പൊ കർക്കിടക കഞ്ഞി എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? കർക്കിടക കഞ്ഞിയിൽ അടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കർക്കിടക കഞ്ഞി കഴിക്കാനുള്ള കാരണം, ഇടവപ്പാതി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ ശരീരത്തിലെ അഗ്നിബലം കുറഞ്ഞു തുടങ്ങും. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആയാസം വളരെ കുറവുള്ളൊരു സമയമായിരിക്കും ഇടവപ്പാതി മഴ തുടങ്ങിക്കഴിയുമ്പോൾ. അങ്ങനെയുള്ള സമയത്ത് അഗ്നിബലം കുറയുമ്പോൾ നമുക്ക് ശരീരത്തിലെ നമ്മുടെ വയറ്റിലെ ആമം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻഡൈജഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തന്മൂലം പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള
അവസരങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഔഷധക്കഞ്ഞി കൊണ്ട് 4 പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അഗ്നിബലത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കും നമ്മൾ കഴിക്കുന്ന ഔഷധക്കഞ്ഞി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വാതഹരങ്ങളായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത് കർക്കിടക ചികിത്സയിൽ. അപ്പോൾ ഔഷധക്കഞ്ഞിയും അത് തന്നെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. വാതഹരമായിട്ടുള്ള മരുന്നുകൾ അടങ്ങിയ ഒന്നാണ് നമ്മുടെ കർക്കിടക കഞ്ഞി. മൂന്നാമത്തെ കാര്യം, ഇത് രുച്യമായിരിക്കണം. അതായത് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കഴിക്കാൻ ടേസ്റ്റ് ഉള്ള ഒന്നായിരിക്കണം കർക്കിടക കഞ്ഞി. നാലാമത്തേത്, നമുക്ക് രോഗപ്രതിരോധ ശക്തി ശരീരത്തിന് പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കണം കർക്കിടക കഞ്ഞി. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എല്ലാം അടങ്ങി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് കർക്കിടക കഞ്ഞിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് തന്നെ അടങ്ങിയിട്ടുള്ളത് ദശമൂലമാണ്. ദശമൂലം, ദശപുഷ്പം, അമുക്കുരം, ത്രികടു, ഉലുവ, ഇന്ദുപ്പ്, ആശാളി, ജീരകം, ഞവരയരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പൊടിയരി ഉപയോഗിക്കാം, ചെറുപയർ. ഇവയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പലരും പല രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം, ഈ പറഞ്ഞ ഔഷധങ്ങളെല്ലാം ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്തെടുത്ത് ആ ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളത്തിൽ ഞവരയരിയോ അല്ലെങ്കിൽ പൊടിയരിയോ ചെറുപയറും കൂടെ ചേർത്ത് വേവിച്ച് കഞ്ഞിയാക്കുക. അതിലേക്ക് കടുവറുത്ത് ചേർക്കുക. ചെറിയുള്ളി കടുവും കൂടെ വറുത്ത് ചേർത്ത് ഭക്ഷിക്കാവുന്നതാണ്. ഇന്ദുപ്പും ചേർത്ത് ഭക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി. അപ്പോൾ ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള ആളുകൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മരുന്നിന്റെ ലബ്ധിക്കുറവ് കൊണ്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, എല്ലാ ഫാർമസീസും ആയുർവേദ കർക്കിടക കഞ്ഞി കിറ്റ് ഉണ്ടാക്കാറുണ്ട് ഈ ഒരു സമയത്ത്. അങ്ങനെ കഞ്ഞി കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ഞവരയരിയോ അല്ലെങ്കിൽ പൊടിയരിയോ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ഞവരയരി ഉപയോഗിക്കുന്നതാണ്. ഞവരയരി വേവിച്ച് അതിൽ ചെറുപയർ ഇട്ട് വേവിച്ചതിന് ശേഷം വെന്ത് വരുന്ന ടൈമിൽ ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്ത കഞ്ഞിയിൽ നമുക്ക് കടുവറുത്ത് താളിക്കണമെങ്കിൽ താളിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മേൽ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും അടങ്ങിയിട്ടുള്ള കഞ്ഞിയും കൂടെ കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ ഇതുവരെയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാര് നിങ്ങൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. കർക്കിടക ചികിത്സ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കർക്കിടക ചികിത്സ ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് സ്വയമേ അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കർക്കിടക ചികിത്സയെക്കുറിച്ചും കർക്കിടക കഞ്ഞിയെക്കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായി കാണുമെന്ന് കരുതുന്നു. ജൂലൈ 17-ാം തീയതി കർക്കിടകം 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.